ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. ടീച്ചർ പറയാൻ വഴിയില്ല, ഞാൻ അന്വേഷിച്ചോ? അല്ല, ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. ഒരു 4-5 മാസമായിട്ട് കുട്ടികൾ പെരുവഴിയിലാണ്. പലപ്പോഴും പിന്നെ ഈ സിൻഡിക്കേറ്റ് യോഗം പോലും ഒരു സസ്പെൻഷനിലായ രജിസ്ട്രാർ 522ഓളം ഫയലുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു, ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിനെ തിരിച്ചു കയറ്റി അവർ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ചില അംഗങ്ങൾ തന്നെ അദ്ദേഹത്തിന് എൻക്വയറി നമ്മളാണ് എൻക്വയറി നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ഒരു റിട്ടയേർഡ് ജഡ്ജിനെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹത്തിനും കൂടെ ഹിയർ ചെയ്തിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടും 5-6 മണിക്കൂർ അജണ്ട മറ്റു ഒരു അജണ്ടയും എടുക്കാതെ കുട്ടികളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ, PhD അവാർഡ് ചെയ്യുന്ന പിന്നെ കാര്യങ്ങൾ, ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വിപിൻ വിജയൻ്റെയും പോലും PhDയുടെ ഇതും എല്ലാം വരേണ്ടിയിരുന്ന ഒരു സിൻഡിക്കേറ്റ് നടക്കാതെ പോയത് ഈ സസ്പെൻഷനിലായ രജിസ്ട്രാറെ തിരിച്ചെടുത്തിട്ട് അതിനുള്ളിൽ എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊസീഡിങ്സ് നടത്താൻ ഇവർ സമ്മതിക്കുന്നില്ല. 4-5 മാസമായിട്ട് പെൻഡിങ് ആയിട്ടുള്ള ഫയലുകൾ പലതും കിടപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ സെനറ്റ് മീറ്റിങ്ങിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. എങ്ങനെ AKG സെൻറ്ററിന് 15 സെൻറ്റ് സ്ഥലം പോയിട്ട് 40 സെൻറ്റോളം സ്ഥലം AKG സെൻറ്ററിന് എങ്ങനെയാണ് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം കയ്യേറി വച്ചിരിക്കുന്നതിനുള്ള ചോദ്യം വരെ ഇതിനകത്തുണ്ട്. ഇതൊന്നും ചോദിക്കാൻ, കാരണം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്നുള്ള ഒരു ഇതാണിതുള്ളത്. ഈ ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ല. അപ്പോൾ ഉത്തരം മുട്ടുമ്പോൾ ഇതാണ് അവസ്ഥ. ഇതുപോലെ തന്നെയാണ് അപ്പോൾ പുറത്ത് എന്താണ് ആക്ഷേപം? വൈസ് ചാൻസലർ ഒന്നും ചെയ്യുന്നില്ല. വൈസ് ചാൻസലർ കൃത്യമായിട്ടും അദ്ദേഹത്തിന് എത്തുന്ന ഫയലുകൾ മുഴുവൻ തീർപ്പാക്കണമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഫയലുകളൊന്നും തീർപ്പാക്കാൻ സമ്മതിക്കാത്തത് ഈ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളാണെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കാരണം നിരവധി അജണ്ട ഐറ്റം, ഏതാണ്ട് 4 ബുക്കുകളും പിന്നെ ഏതാണ്ട് 1200ഓളം പേജുകളുള്ള 60ഓളം PhDകൾ അവാർഡ് ചെയ്യേണ്ടിയിരുന്ന ആ ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ് പോലും അലങ്കോലപ്പെടുത്തുകയാണ് ചെയ്തത്. വീണ്ടും ഇതെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി 18-ാം തീയതി വീണ്ടും സിൻഡിക്കേറ്റ് യോഗം കൂടുന്നുണ്ട്. ഞങ്ങൾ നിർബന്ധമായിട്ടും പറയും, ഒരു സംശയവും ഇല്ല. ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യമുള്ളൂ പൊതുമണ്ഡലത്തിലേക്ക് പറയാൻ. ഇവിടുത്തെ കുട്ടികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലേക്കും ചേക്കേറി പാർക്കേണ്ട ഗതികേട് വരരുത്. ഇവിടെ തന്നെ പഠിക്കാൻ കഴിയണം. അതിന് സുഗമമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇതുണ്ടാവണം. കൃത്യസമയത്ത് എക്സാം നടക്കണം, കൃത്യസമയത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, കൃത്യസമയത്ത് പരീക്ഷ നടക്കണം, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം. ഇത് തന്നെയാണ് ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയാണ് സകല കുട്ടികളും ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയാണ്. പക്ഷേ ഇതൊന്നും സമ്മതിക്കാതെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ, യാതൊരു തത്വദീക്ഷയില്ലാതെ, ഒരു നിയമത്തിന് പോലും യോജിക്കാത്ത രീതിയിൽ സകല മീറ്റിങ്ങുകളും അലങ്കോലപ്പെടുത്തുകയാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണെങ്കിലും ശരിയാണ്, സെനറ്റ് അതാണ്. ഈ പറയുന്ന, ഞാൻ പറയാം ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറയാം. ഈ ജാതി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് അവരാണ്. കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ടീച്ചർ പറയാൻ വഴിയില്ല, ഞാൻ അന്വേഷിച്ചോ? ഒരു കാര്യം പറയാം. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ ദളിതിൻ്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം. കണ്ടോ, ഉത്തരം കിട്ടുമ്പോൾ കുഞ്ഞനം കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഒരു ദളിതനായ പോൾ രാജ് എന്ന് പറഞ്ഞ സെനറ്റ് മെമ്പറിന് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ ഒരു റൂം പോലും കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല. പോൾ രാജ് എന്ന് പറഞ്ഞ ഒരു സെനറ്റ് മെമ്പർ, ഒരു ദളിതനാണ്, അയാൾക്ക് ഒരു റൂം പോലും കൊടുക്കാൻ അത് സമ്മതിച്ചിട്ടില്ല. കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പർ ഇടപെട്ടിട്ട് അയാൾക്ക് ഒരു റൂം പോലും കൊടുത്തില്ല. അതും ഒരു ദളിതനാണ്. അപ്പോൾ ദളിത് പീഡനത്തെ കുറിച്ചിട്ട് വർത്തമാനം പറയാൻ ഈ ഇടതുപക്ഷക്കാർക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം നിരവധി ദളിത് പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അഭിമന്യുവിൻ്റെ കേസിലായാലും ശരി തന്നെ, വാളയാർ കേസിലായാലും ശരി തന്നെ, ദളിത് പീഡനം മാത്രമാണ് ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദളിതിനെ കുറിച്ച് സംസാരിക്കേണ്ട. ഇവിടെ വിഷയം ജാത്യധിക്ഷേപം ഉണ്ടായിട്ടില്ല.